ഗായ്സ് ഇന്ന് റംസാൻ ഡേ 3 ആണ് ഗായ്സ്. അപ്പോൾ നമ്മൾ 2 നോമ്പ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 നോമ്പ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ഇപ്പം മണി 5 ആയിട്ടുണ്ട്, വൈകുന്നേരം 5 മണി. ഇത്രയും നേരം എന്തെടുക്കുവാന്ന് എനിക്ക് പോലും അറിഞ്ഞൂടായിരുന്നു. ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം. ഞാൻ ചോറ് ഇല്ല 2 ദിവസമായിട്ട്. ഇനി അതിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ രാവിലെ അത്താഴത്തിന് കഞ്ഞിയാണ് കുടിക്കുന്നത്, അപ്പോൾ അതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഭയങ്കര ക്ഷീണം ഗൈസ്. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് മാത്രമല്ല, എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളാരും കമൻറ്റ് ചെയ്യാത്ത എന്താ പിള്ളേരെ? എല്ലാവരും കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, അതാണ് ഞാൻ ഇങ്ങനെ മടിച്ച് വ്ളോഗ് എടുക്കുന്നത്. അയ്യോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒന്നീ സമൂസ ഉണ്ടാക്കും, ഏത്തയ്ക്കപ്പം മുറക്കും, റൊട്ടി. ഇന്നപ്പമാണെന്ന് തോന്നുന്നു. ഗൈസ്. മീമി ഇന്നലെ മറ്റേ സംഭവമൊക്കെ അരച്ച് വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഇവിടെ ഒരു കുരു വന്നു ഗൈസ്. എനിക്ക് ഭയങ്കര വേദനയുണ്ട്. പിന്നെ ഇവിടെ ഒരു കുരു, മൊത്തം കുരുവാണ് ഗൈസ്. നമ്മൾ ഈ എണ്ണപ്പലഹാരം കഴിക്കുന്നതുകൊണ്ട് ഫേസ് മൊത്തം കുരുവാണ്. അപ്പം ഞാൻ വെളിയിൽ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. വെളിയിൽ വന്നിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ പോയിട്ട് പള്ളിയിൽ നിന്ന് കഞ്ഞിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പയർ കിട്ടിയില്ല ഗൈസ്. ഇനി തീർന്നു പോയതാണോ അതോ ഇല്ലാഞ്ഞാണോ എന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ പയർ കിട്ടിയില്ല, നമ്മൾ കഞ്ഞി മാത്രം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ മീമിക്ക് ഇന്നൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട്, അപ്പോൾ അത് കൊണ്ടു കൊടുക്കാറുണ്ട്. അയ്യോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ അഫീഫിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും അഫീഫിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുക. അപ്പം അഫീഫിൻ്റെ ബർത്ത്ഡേ കേക്കാണ് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും അഫീഫ് മോന് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുക. അഫീഫ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ. അപ്പോൾ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് പരിപാടി ഉണ്ടാകും. ഉടായിപ്പ് സമൂസയിലേക്ക് സ്വാഗതം. അടുപ്പിടെ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞാലും വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തെ കളിപ്പിക്ക് അതിശയം. ഞാൻ വിചാരിച്ചു ഏത് ഫ്രണ്ട്, ഇപ്പോഴാണ് മനസ്സിലായി ഗൈസ്. പള്ളിയിൽ കഞ്ഞി മേടിക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടായിരുന്നു ഗൈസ്. കൂട്ടുകാരൻ പണ്ട് എൻ്റെ കൂടെ പള്ളിയിൽ പഠിച്ചിട്ട്, അവരൊക്കെ ഇപ്പോഴും എന്നെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടെന്ന് കേട്ടപ്പോൾ ഷോക്ക്ഡ്. എൻ്റെ ഗൈസ്, എൻ്റെ വീഡിയോ ഒക്കെ അവർ കാണാറുണ്ട്. കണ്ടോ, എൻ്റെ വീഡിയോ കാണുന്നതിനുള്ള തെളിവാണത്. കമന്റ് ചെയ്യുക. നിങ്ങളിങ്ങനെ എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വല്ലോടം വെച്ച് കാണുമ്പോൾ ഇങ്ങനെ സർപ്രൈസ് ഇന്ന ആളാണെന്ന് പറയണം. ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് വേണ്ടി മാത്രം ഞാൻ ഗീവ് അവേ വെക്കുന്നതായിരിക്കും. സീരിയസ് ആയിട്ടും പറഞ്ഞാ ആരും തമാശയായിട്ട് എടുക്കണ്ട. റമദാനിലെ 30 നോമ്പ് അല്ല 29 നോമ്പ്, ഇതിന്റെ മൊത്തം വീഡിയോസും കാണുന്നവർക്ക് ഒരു സർപ്രൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ എങ്ങനെ 30 നോമ്പ് കണ്ടെന്നൊക്കെ അറിയുന്നത്? അതൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വെക്കും. അത് എന്ന് വെച്ചാൽ ഈ 30 നോമ്പിനും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ട് ഫുള്ള് അതിന് ആൻസർ ചെയ്യുന്ന, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്ന ആ വ്യക്തിക്ക് വിൽ ഗീവ് റമദാൻ കോടി ഗൈസ്. റമദാൻ കോടി അല്ലല്ലോ, പെരുന്നാൾ കോടി. നമ്മൾ പെരുന്നാളിന് ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നതായിരിക്കും അവർക്ക്. ഡെഫിനറ്റ് ആയിട്ടും മീമിയുടെ ഇത്തവണത്തെ ഗീവ് അവേ ആണിത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കൊച്ചു കലാകാരിയെ നിങ്ങളല്ലേ ഉയർത്തേണ്ടത്. സമൂസ ഉണ്ടാക്കുന്നൊന്നുമില്ല ഗായ്സ്, അത് നമ്മൾ ചുമ്മാ അടക്കി വെച്ചേക്കുന്നു. ഇത് മിമി എന്താ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തൊക്കെയാ മിമി ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്? മുട്ട, ഏലക്ക, പിന്നെ നമ്മൾ ഇത് ചേർക്കുന്നുണ്ടോ
വാനില എസൻസ്. നല്ല തൂവെള്ള പഞ്ചാര ഗൈസ് അല്ലേ? പഞ്ചസാര ചേർത്ത് എന്തിനാണെന്ന് വെച്ചാ ഫ്ലേവർ കിട്ടാൻ. മുട്ടയുടെ മണം പോലും. പാല് ഇതിനാണോ? ഷാർജയ്ക്ക് വേണ്ടി പാല്, നെയ്യ് എന്തൊക്കെയാണ് ഗായ്സ്. ഇതാണ്ട് ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതാണ് നമ്മുടെ അഫീഫിനുള്ള കേക്ക്. കണ്ട് സ്പൈഡർമാനാണ് ഈ സ്പൈഡർമാൻ. അതിനുശേഷം നമ്മൾ ആ മുട്ടയ്ക്കകത്തോട്ട് നേരത്തെ കണ്ട ആ ഏത്തയ്ക്കകത്ത് ഇട്ടു. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഫുൾ ഫില്ലിങ്സ് മാത്രം എടുക്കും. ഓക്കെ. ലോ ഫ്ലെയിമിലൊക്കെ കണ്ട കണ്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ അഫീഫിനുള്ള കേക്ക്. സ്പൈഡർമാൻ കണ്ടോ? അപ്പൊ അഫീഫ് വൺസ് മോർ ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ ബർത്ത്ഡേ സ്റ്റിക്കൊക്കെ വെച്ചു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഗിവ് ദിസ്. നമ്മളിത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇന്ന് ഇന്ത്യയുടെ കളി ഉണ്ട് ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഗൈസ് ബട്ട് ഐ എം സോ സാഡ്. ഇന്ന് ഓസ്ട്രേലിയ ആയിട്ടാണ് കളി. അതൊക്കെ ഇൻഷാല്ലാ ചിലപ്പോൾ ജയിക്കുമായിരിക്കും, ചിലപ്പോൾ തോക്കുമായിരിക്കും. അതൊക്കെ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലെടുക്കുക. ബട്ട് എനിക്ക് ഭയങ്കര വിഷമം ഗൈസ്. എൻ്റെ ക്രിക്കറ്റ് ടീം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും വലിയ ഞാൻ ഫാനായിട്ടുള്ള ഒരാളാണ് ജാസ്പ്രീത് ബുംറ ഇത്തവണ ICC 2025 വേൾഡ് കപ്പിന് കളിക്കാനില്ല ഗൈസ്. ബിക്കോസ് എന്തോ ഇഞ്ചുറി ഉണ്ട്. അപ്പം ഐ എം സോ സാഡ്. അതാണ് എൻ്റെ ഒരു വിഷമം. ബട്ട് നമ്മുടെ കേളിയൊക്കെ ഉണ്ടല്ലോ. ഒന്ന് വണ്ടി കയറിയിട്ട് ഇറങ്ങി. ഓക്കെ വിട്ടോ. അപ്പം നമ്മുടെ ഇത്തിയുടെ കോൾ വന്നിട്ടുണ്ട്. വി ആർ ഗോയിങ്. അപ്പോൾ ഗൈസ് നമുക്ക് പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ സാധനം പാഴ്സലായിട്ട് അയക്കുകയാണ്. കണ്ടു ഗൈസ്, ഇതാണ് നമ്മുടെ പല്ലനിയാറിൻ്റെ വ്യൂ. ഗൈസ് അങ്ങനെ നമ്മൾ കടത്തടവിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ കായ്പള ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റാമളെ വിളിച്ച് ചോദിച്ചായിരുന്നു ഓഫ് ചെയ്യണമെന്നൊക്കെ. അപ്പം മിമ്മി വെന്തോന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വെന്തു ഗൈസ്. ഇനി ഇത് തിരിച്ചിടുന്ന പരിപാടിയാണ്. അപ്പം ഞാൻ നിന്ന് വട്ടം കറങ്ങുകയാണ് ഗൈസ്. ഈ മിമ്മി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഹായ് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മറ്റേ ക്രിക്കറ്റ് കളി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റാത്ത ഇല്ലെങ്കിൽ എൻ്റെ കൂപ്പൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് മിമ്മി അത് തിരിച്ചിട്ടു ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫ്രൂട്ട് സലാഡ്, ഷാർജ, പിന്നെ ഇവിടെ ചായ, നമ്മുടെ എന്താ കൈപ്പൊള, തണ്ണിമത്തൻ, ഈന്തപ്പഴം. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ഇനി നോമ്പ് കുറിക്കാം. I'm so happy because India win in ICC സെമി-ഫൈനൽ. ഓക്കെ, അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ സെമി-ഫൈനലിൽ ജയിച്ചിരിക്കുകയാണ്. ഫൈനലിലോട്ട് ഇന്ത്യ സെലക്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞായറാഴ്ച വരുന്ന സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് കളിയിൽ ആരാണോ ജയിക്കുന്നത് അവരുമായിട്ട് ഇന്ത്യ ഫൈനലിൽ മത്സരിക്കാൻ പോവാണ്. ഐ എം സോ ഹാപ്പി ഗായ്സ് ടുഡേ ബിക്കോസ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റിൻ്റെ തന്നെ വലിയൊരു ഫാനാണ് ഞാൻ. മറ്റാപ്പി ഈ പഠിപ്പിച്ചെന്ന ശീലമാണ്. മറ്റാപ്പിയായിട്ട് കണ്ട് എൻ്റെ ഭയങ്കര ഒരു പക്കാ ഫാനാണ് ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഒട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതല്ല. കാരണം കളിയിലുള്ള കോൺസെൻട്രേഷൻ കാരണം എനിക്ക് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാറ്റ്സ് വൈ ഗായ്സ് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കുക. അപ്പോൾ ക്രിക്കറ്റ് ഫാൻസ് ആരൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓർക്കുക ഒരു കാര്യം, ഇതെല്ലാം കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വരുന്ന അതായത് റമളാൻ 30 29 എത്രയാണോ ഉള്ളത് ആ അത്രയും വീഡിയോസ് റെഗുലറായിട്ട് കണ്ടിട്ട് നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യന്
ഉത്തരം അയക്കുന്ന ഒരാൾക്ക് നമ്മൾ പെരുന്നാൾ കോടി എടുത്തു കൊടുക്കുന്നതായിരിക്കും. പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും പെരുന്നാൾ കോടി. എന്നാലും ഡെഫിനറ്റായിട്ട് ഈ ഗീവ് അവേ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാന്നാണ് എൻ്റെ അഭിപ്രായം. മിമിയുടെ ഓഫറാണിത്. അപ്പോൾ വീഡിയോയുടെ ഇടയ്ക്ക് കേൾക്കാത്തവരോട് പറയുകയാണ്, ഈ റമളാൻ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് 13 29 വരെ കൃത്യമായിട്ട് കണ്ടിട്ട് അതിൽ നിന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് കമൻ്റായിട്ട് അയക്കുന്നവർക്ക് നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇന്ത്യ വിൻ ഇൻ സെമി ഫൈനൽ ICC വേൾഡ് കപ്പ്. അപ്പോൾ ഗൈസ്, എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാനില്ല. കാരണം ഇന്ന് തോക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. കാരണം ഭയങ്കര ടൈ ആയിട്ടുള്ള, അതെന്ന് വെച്ചാൽ അത്രയ്ക്കും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു. ഭയങ്കര റിസ്ക് എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയാൽ വിക്കറ്റ്, ഇങ്ങോട്ട് പോയാൽ, പക്ഷേ ഇന്ത്യ വിക്കറ്റ് കളയാതെ കളിച്ചത് കൊണ്ട് അടിപൊളിയായി. ഐ ആം സോ ഹാപ്പി. ആൻഡ് ഗൈസ്, മൈ ഫേവറേറ്റ് പ്ലെയർ ഈസ് ജസ്പ്രീത് ബുംറ. എനിക്കതൊരു വിഷമമുണ്ട്. ബുംറ ICC 2025 വേൾഡ് കപ്പിൽ ഇല്ല. ബിക്കോസ് എന്തോ ഒരു ഇഞ്ചറി ഉള്ളത് കൊണ്ട് വേൾഡ് കപ്പിൽ ഇല്ലായിരുന്നു. ആൻഡ് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശുഭ്മൻ ഗിൽ, പിന്നെ രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, എല്ലാവരും, എവ്രി വൺ ഈസ് മൈ ഫേവറേറ്റ്. ബട്ട് ബുംറ എന്തോ ഒരു എനിക്കറിഞ്ഞൂടാ, അത് ആ ഒരു ബോളിംഗ് സ്റ്റൈൽ, ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ്സ് വൈ മൈ ഫേവറേറ്റ് പേഴ്സൺ ഈസ് ജസ്പ്രീത് ബുംറ. പക്ഷെ ഒരു വിഷമമുണ്ട് ബുംറ ഇല്ലാത്തതുകൊണ്ട്. എന്നാലും നമ്മുടെ ഇന്ത്യ ജയിച്ചു. ഐ ആം സോ ഹാപ്പി ഗൈസ്. അപ്പോൾ ഇന്നത്തെ റംലാൻ വ്ളോഗ് സന്തോഷപൂർവ്വം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കരുത്. അപ്പോൾ ഒരു ഡ്രസ്സ് ആരും മിസ്സാക്കല്ലേ, എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് എല്ലാവരും ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. നമ്മൾ ശ്രമിച്ചാൽ വിജയം നമ്മൾക്ക് എന്നാണ് എൻ്റെ ഒരു പോളിസി. അത് ഡോറ ബുജിയുടെ പോളിസിയാണ്. എന്നാലും നമ്മൾ കട എടുത്തിരിക്കേണ്ടത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അപ്പം നാളെ ഇൻഷാ അല്ലാഹ് കാണാം. ഇപ്പോൾ എല്ലാവർക്കും ടാറ്റാ.